Assalamu alaikum and a very good morning. How are you? All good? Wonderful performance by your colleagues, your classmates, your schoolmates. We have all been watching, and the spectacular performances. The last one was Malala Yousafzai's, her speech was reenacted by our students. Wonderful performance. So, അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂളിലെ കുട്ടികളുടെ എന്ന് വെച്ചാൽ നമ്മളുടെയും നിങ്ങളുടെയും മക്കളുടെ കലാപ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അഭിമാനകരമായ നിമിഷങ്ങളാണ്. അക്കാദമിക പഠന രംഗത്തുള്ള മികവോടൊപ്പം ഇവർക്കൊക്കെ വ്യത്യസ്തമായ കഴിവുകളുണ്ട്, ടാലൻസ്, സിദ്ധികളുണ്ട്. അത് പരിപോഷിപ്പിക്കാനും അതിന് പ്രോത്സാഹനം നൽകാനും അതിലെ ചില ഭാഗങ്ങളെ പ്രകടിപ്പിക്കാനുമുള്ള അവസരമാണ് ഈ കോളേജിലൂടെ അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂൾ കാഴ്ചവെക്കുന്നത്. നല്ല പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതുണ്ട്. അവരുടെ പ്രകടനങ്ങൾക്ക് ശേഷം യു ഹാവ് ടു ഗിവ് ദം ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. തീർച്ചയായിട്ടും നിർജീവമായ സദസ്സ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഒരു പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നതാവാം. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരുടെ ബെസ്റ്റ്, ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്, സോ ഗിവ് ദം ദ ബെസ്റ്റ്. കല അതിർത്തിയുടെ അതിർവരമ്പുകൾ അതിലംഘിക്കുന്നതാണ്. അതുകൊണ്ടാണ് അപ്പുറത്തുള്ള പാകിസ്ഥാനിൽ നടന്ന സംഭവങ്ങളെപ്പോലും നമ്മൾ എന്താക്കുന്നു ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. അതിർത്തിക്കപ്പുറത്ത് ഇപ്പുറത്തും ലോകത്ത് പല ഭാഗങ്ങളിലായിട്ടും നല്ല കലാകാരന്മാരെ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ഇന്ത്യയുടെ കലാകാരന്മാർ, മ്യൂസീഷ്യൻസ്, അതുപോലെ തന്നെ എഴുത്തുകാർ, ഇവരെയൊക്കെ ലോകത്തുടനീളം ആളുകൾ ആരാധിക്കുന്നുണ്ട്, ആശീർവദിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട്. മെഹദി ഹസൻ പാകിസ്ഥാനിൽ ലാഹോറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മെഹദി ഹസൻ എന്ന് പറയുന്ന കലാകാരൻ, പാട്ടിൻ്റെയും പ്രത്യേകിച്ച് ഗസൽ ലോകത്തെ കിരീടം വെക്കാത്ത രാജാവ്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വളരെ ദുഃഖകരമായിരുന്നു എന്ന് നമുക്കറിയാം. ബോംബെയിൽ ലതാ മങ്കേഷ്കർജിയും അതുപോലെ ആശാ ഭോസ്ലെ, ഇവർ രണ്ടുപേരും കൂടി നേതൃത്വത്തിൽ അന്ന് പിരിച്ചെടുത്ത കാശ് ഇന്ത്യയിൽ നിന്ന് കറാച്ചി, ലാഹോറിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തുള്ള ബില്ലുകൾ പേ ചെയ്യാൻ ഇന്ത്യക്കാർ മുൻകൈയെടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായ, വളരെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ഒരു കമാൻഡിംഗ് ഓഫീസർ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവരുത് എന്ന്. കാരണം അങ്ങനെ വന്നാൽ എൻ്റെ പ്രിയങ്കരനായ മെഹദി ഹസൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ എനിക്ക് ബോംബിടേണ്ടി വരും, അതേക്കുറിച്ച് ഓർക്കാൻ വയ്യ എന്ന് കലയെ നെഞ്ചോട് ചേർത്ത ആളുകൾ പറഞ്ഞെങ്കിൽ അതേ മെഹദി ഹസൻ്റെ ഏതാനും വരികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി നിങ്ങളുടെ കൂട്ടുകാരി ഫമിദ തസ്നീം കടന്നു വരികയാണ്. അവൾക്കും മറ്റെല്ലാവർക്കും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകണം. ഇങ്ങനെ ഒരു കലാവിരുന്നിൻ്റെ പിറകിലുള്ള അധ്വാനം, പ്രത്യേകിച്ച് ഇവിടുത്തെ ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഇവർക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ PC അബ്ദുറഹ്മാൻ സാർ, തീർച്ചയായിട്ടും അവരൊക്കെ നമ്മുടെ പ്രശംസകൾ അർഹിക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങളും അവരുടെ എഫേർട്ടും കാണാതെ പോകരുത് എന്നുകൂടി രക്ഷിതാക്കളോടും. And I also ask my beloved students, you know the effort put in by your teachers, your principal PC and the entire school community, always appreciate that. This is your day. Celebrate it. Celebrate to the fullest and give your friends the best appreciation. Thank you.